ബാക്കിയെല്ലാ ഭാഗം ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ അത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഉള്ളതായിരിക്കും ഈ ഗ്ലാസ്സിൽ ഈ ജസ്റ്റ് പൊട്ടൽ ലൈറ്റ് വെച്ചാൽ നമുക്ക് ആ പൊട്ടൽ ഒഴിവാക്കാം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഈ ലൈറ്റാണ്. ഇപ്പോൾ C60 ലൈറ്റാണിത്. അപ്പോൾ ഇത് ഓൺലൈനിൽ കിട്ടും. ഓൺലൈനിൽ 800 രൂപയ്ക്ക് 2 പീസ് കിട്ടും. ഇപ്പോൾ ഓപ്പണായി കാണിച്ചിടാം. ഇതിൻ്റെ അത് ഒറ്റ പീസേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്, പക്ഷേ ഒറ്റ പീസായിട്ടാണ് വാങ്ങിച്ചത്. ഇതെനിക്ക് 350 രൂപയ്ക്കാണ് കിട്ടിയത്. ഇത് നമ്മൾ 220 സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലൈറ്റും ജസ്റ്റ് ഒന്ന് കാണിച്ചിടാം. ഇത് 2 പീസ് വരുന്നതാണ്. അപ്പോൾ ഒന്ന് ഇവിടെ അങ്ങനെ 2 പീസ് വരുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നായിട്ട് വാങ്ങിച്ചതാണ് ഞാൻ. അത് എനിക്ക് താഴെ ഇതിൻ്റെ പ്രൊജക്ടറിൻ്റെ താഴെ മാത്രം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. മുകളിൽ മഞ്ഞ് സാധാ ലൈറ്റ് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഒന്ന് തന്നെ വാങ്ങിച്ചത് ഞാൻ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പ് 220 വരുന്നത് ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റ് വരുന്നത് 2 പിന്നാണ്. പക്ഷേ ഇത് ഞാൻ 3 പിന്നുള്ളതാണ് എനിക്ക് കിട്ടിയത്. ഇത് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഫുള്ള് ഊരി എടുത്ത് നമ്മൾ പ്രൊജക്ടർ എല്ലാമിലാണ് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഡിമ്മിൽ അപ്പോൾ നമ്മൾ സെറ്റോടെ ഇളക്കിയെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ ബൾബ് ഇളക്കി എടുക്കാം. കാണിക്കണം, ഇങ്ങോട്ടാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞെനിക്ക് ഇതിൻ്റെ ലൈറ്റ് കണ്ട് ചെറുതാണ് കേട്ടോ. ഇപ്പോൾ 2 പിന്നേ ഉള്ളു. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഹെഡ്ലൈറ്റ് 3 പിന്നാണ്. കാണിച്ചു തരാം, കണ്ടില്ല? ഇപ്പോൾ 3 പിന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ സോക്കറ്റും 2 പിന്നാണ് ഉള്ളത് സോക്കറ്റ്. അപ്പോൾ നമ്മളാണ്ട് ഇതിൻ്റെ ഈ റിങ് നമ്മൾ ഊരിയെടുത്ത് ഇതിൻ്റെ അത് വയ്ക്കാൻ വേണ്ടി റിങ് സെറ്റോടെ ഇതിൻ്റെ അത് ഇരിക്കത്തില്ല, ഹോള് വലുതായിട്ട് ഇരിക്കത്തില്ല. അപ്പോൾ ആ റിങ് ഊരിയെടുത്തിട്ടാണ് നമ്മൾ ഈ ബൾബ് ഇതിൻ്റെ അത് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെറ്റിൻ്റെ അകത്ത് ഈ ഒരു ലൈറ്റ് ഇരിക്കുന്നില്ല, സൂട്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഈ റബ്ബർ ബുഷിൽ ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ടിട്ട് ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബുഷിൽ ഹോൾ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഹോളിട്ട് ഇനി കയറാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം കയറി, ഓക്കെ. അപ്പോൾ ഇത് സെറ്റായി കയറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഭാഗം കയറിയിട്ടുണ്ട്, അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്. ആ ഹോളുകൾ വേറെ ഗ്യാപ്പും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഭാഗത്ത് ഫാനും വർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അപ്പോൾ വണ്ടിയിൽ വെച്ച് തന്നെ നമ്മൾ ഈ ലൈറ്റ് സെറ്റ് ചെയ്യാൻ നോക്കി, അപ്പോൾ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അത് കമ്പിൽ തട്ടുന്നത്, അതാണ് ഈ ഹെഡ്ലൈറ്റ് ഫുള്ള് നമ്മൾ ഇളക്കിയത്. അപ്പോൾ ഈ ഒരു സോക്കറ്റ് നമുക്ക് ഇവിടെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വെളിയിൽ ഇളക്കാം. അപ്പോൾ ഈ 2 സോക്കറ്റൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇതിൽ കൂടെ വരത്തില്ല. അപ്പം ഇവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കീറിയെടുക്കാം നമുക്ക്. ഓക്കെ. അപ്പോൾ ഇത് ഫുള്ള് നമ്മൾ ഇത് 2 സോക്കറ്റും വെളിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ സോക്കറ്റിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇതിൽ 3 പിന്നാണ്. അപ്പോൾ ഈ സോക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 3 പിന്നിലും കണക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഈ 2 പിന്ന് വെച്ച് നമുക്ക് ഈ 2 പ്ലഗിൽ മാത്രം കൊടുത്താൽ മതി. ഇത് ചുമ്മാ വച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതിൽ തന്നെ കൊടുക്കുമ്പോൾ തന്നെ കത്തും. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ കത്തിയായിരുന്നു. അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സോക്കറ്റിൻ്റെ ആവശ്യമില്ല, ഇത് മാറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇത് 2 ജസ്റ്റ് ഒന്ന് അതിന് വണ്ടിയിലൊന്ന് സെറ്റ് ചെയ്യാം. കാണിക്കണം. അപ്പോൾ ഈ കീറിയ ഭാഗം ഈ ഭാഗം ഇങ്ങനെയാണ് കീറിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാ ഭാഗവും ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ അത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ഭാഗം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലഗും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇത് ജസ്റ്റ് നമുക്ക് ഇനി ഇതൊന്ന് ഇൻസ്റ്റലേഷനോട് ചെയ്ത് വെച്ചേക്കാം. ഒരു സേഫ്റ്റിക്ക് ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മളാണ് ഇത് ഫുൾ ഇൻസ്റ്റലേഷൻ ചെയ്ത് ഇനി നമുക്ക് നേരെ ഇനി വണ്ടി കൊണ്ട് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഇത് പ്ലഗ് കൊടുത്തത് വർക്കാവോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്കിത് വർക്കാവോ ഇല്ലയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എൻ്റെ പൈസ എടുത്ത് പ്ലഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, പ്ലഗ് കൊടുത്ത്
ഓക്കെ വർക്കാണ് സാധനം. ഇതിൻ്റെ വെട്ടം എത്രയാണെന്ന് കറക്റ്റ് രാത്രി അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്തായാലും കറക്റ്റ് അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും വണ്ടി ഫുള്ളൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ വെട്ടം ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ കിറ്റ് എല്ലാം സ്ക്രൂ ഒക്കെ എല്ലാം ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ ലൈറ്റ് ഇട്ട് അതിൻ്റെ ജസ്റ്റ് ലുക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നല്ല ഇപ്പോൾ പാർക്ക് ലൈറ്റും മറ്റേ ഹെഡ്ലൈറ്റും കൂടെ വൈറ്റ് ആയിരുന്നപ്പോൾ നല്ല ലുക്കുണ്ട് അല്ലേ. അപ്പം വേറൊരു കൂടെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നമുക്ക് ഈ ഗ്ലാസ്സിൽ വെച്ച് ഇതിൻ്റെ പൊട്ടലില്ലേ. അപ്പോൾ എല്ലാ 220ക്കും ഉള്ളതായിരിക്കും ഈ ഗ്ലാസ്സിൽ ഈ ജസ്റ്റ് പൊട്ടലൊക്കെ. അപ്പോൾ ഈ ലൈറ്റ് വെച്ചാൽ നമുക്ക് ആ പൊട്ടൽ ഒഴിവാക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു കവറിങ് ഉണ്ട്. ആ കവറിങ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്ലാസ്സിലെ പൊട്ടൽ നമുക്ക് മാക്സിമം ഒഴിവാക്കാം. അല്ലാതെ സാധാ നമ്മൾ അതിൻ്റെ അകത്തിരിക്കുന്ന ലൈറ്റ് വയ്ക്കാൻ നേരത്താണ് ഈ ഗ്ലാസ്സിൽ പൊട്ടൽ വരുന്നത്. ഇപ്പോൾ BS6 220 ഈ ഗ്ലാസ്സിലൊക്കെ പൊട്ടൽ കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു കവർ ഉണ്ടെന്നൊക്കെയാണ് ഒരു കൂട്ടുകാരൻ പറഞ്ഞത്. അതുകൊണ്ട് ഈ BS6 ആ പൊട്ടൽ കുറവായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ വണ്ടി പഴയ വണ്ടിയിലൊക്കെ ആണെങ്കിൽ ഈ പൊട്ടൽ ഒഴിവാക്കാൻ വേണ്ടി ഈ ലൈറ്റ് ഉപയോഗിച്ചാൽ ഈ മാക്സിമം ഈ പൊട്ടൽ ഒഴിവാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലൈറ്റിന് അത്യാവശ്യം ചൂടും കാര്യങ്ങളൊന്നും ഏൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബേക്കിൽ തന്നെ ഇതിന് ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരുപാട് ഹീറ്റ് ആകുമ്പോൾ മാത്രമല്ല അത് ഫുൾ ടൈം ഇതിൻ്റെ ഫാൻ വർക്കിംഗ് ആണ്. അപ്പം എപ്പോഴൊക്കെ ഈ ഹെഡ്ലൈറ്റ് ഓൺ ആക്കുന്ന അപ്പോഴൊക്കെ ഈ ഫാൻ ഓൾറെഡി വർക്കിംഗ് ആണ്. അപ്പം നമുക്ക് എന്തായാലും ഈ ഹെഡ്ലൈറ്റിൽ അധികം ചൂടൊന്നും വരത്തില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് നിങ്ങൾക്കാർക്കും വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്കാർക്കും വേണമെങ്കിൽ ഇത് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് ഓൺലൈനായിട്ടൊന്നും വരത്തില്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ ഫ്രണ്ടിൽ കവറിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ ഗ്ലാസ്സിൽ പൊട്ടൽ വീഴാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ ലൈറ്റിനൊക്കെ വയ്ക്കാൻ നേരത്ത് ഗ്ലാസ്സിൽ പൊട്ടൽ വീഴുന്നത്. ഇതിൻ്റെ തന്നെ C6 തന്നെ നൈറ്റ് ഐസും പറഞ്ഞ ക്വാളിറ്റി ഉള്ള ലൈറ്റും ഉണ്ട്. അത് സംഭവം പൊളി സാധനമാണ്. അതുപോലെ തന്നെ ഈ ഗ്ലാസ് തൊടുമ്പോൾ നമുക്ക് ഒരുപാട് ഹീറ്റും കാര്യങ്ങളൊന്നും ഗ്ലാസ്സിനും തൊടുമ്പോൾ ഒന്നും അനുഭവപ്പെടുന്നില്ല. എന്തായാലും ഇതിൻ്റെ രാത്രിയുള്ള ഇതിൻ്റെ ഒരു വെട്ടം നമുക്ക് എന്തായാലും നോക്കാം. ഇപ്പോൾ ഇത്തിരി പകലായതുകൊണ്ട് ഇപ്പോൾ വലിയ വെട്ടവും കാര്യങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല. ഇപ്പോൾ രാത്രിത്തെ വെട്ടം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ കാണാൻ പോകുന്നത് നിങ്ങൾ രാത്രിത്തെ വെട്ടമാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ രാത്രിയായി, ഇപ്പോൾ ഇവിടെ നല്ല ഇരുട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഹെഡ്ലൈറ്റ് ഇടുകയാണ്. ഇതാണ് ഇതിൻ്റെ ലൈറ്റിൻ്റെ ഒരു വെട്ടം. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇപ്പോൾ ഈ ഫോണിൽ കാണണമെന്നൊക്കെ അല്ല, നേരിട്ട് കാണാം, കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. എങ്കിലും നല്ല വെട്ടമൊക്കെ ഉണ്ട്. ഇത് ബ്രൈറ്റ് ഡിമ്മ ഇത്രയും വെട്ടമാണ് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് രാത്രിയിലത്തെ വണ്ടിയുടെ വെട്ടം. ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണിച്ചു തരാം. ഇതാണ് രാത്രിത്തെ ലുക്കും. ഇതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.